മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അത് ആർക്കും കുറച്ച് കാണാൻ സാധിക്കില്ല. ഇപ്പോൾ വരുന്ന ചില പ്രശ്നങ്ങൾ, ഇപ്പോൾ ഫോർത്ത് എസ്റ്റേറ്റ് സർ പറഞ്ഞു, ട്രയൽ ബൈ മീഡിയ കഴിഞ്ഞ ഒരു കുറച്ച് കാലമായിട്ട് കേൾക്കുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രശ്നവും കൂടിയാണ്. അതായത് ട്രയൽ ബൈ മീഡിയ, ജുഡീഷ്യറി അല്ലാതെ ഒരു പാരലൽ ജുഡീഷ്യറി ആയിട്ട് മാധ്യമങ്ങൾ മാറുന്നുണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ? മാധ്യമങ്ങൾ സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ട്രയൽ ബൈ മീഡിയ അല്ല. ഈ പുറത്തു വരുന്ന പല കാര്യങ്ങളും സത്യമാണെന്നാണ് പിന്നീട് തെളിയിക്കപ്പെടുന്നത്. പക്ഷെ അതുകൊണ്ട് മാധ്യമങ്ങളോടൊരു എതിർപ്പ് കാണിക്കേണ്ട കാര്യമില്ല. മാധ്യമങ്ങളുടെ ചുമതലയാണ് പലപ്പോഴും പല യാഥാർത്ഥ്യങ്ങളും പുറത്തു കൊണ്ടുവരിക എന്നത്. എത്രമാത്രം അത് അപ്രിയമാണെങ്കിലും അത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. ഇവിടുത്തെ ഒരു വ്യക്തി, അതായത് ഒരു എക്സ്പാട്രിയേറ്റ്, കുറച്ചു കാലം മുമ്പേ പല തീരുമാനങ്ങളും എടുത്ത് നോർക്ക രൂപീകരിച്ച സമയത്ത് തന്നെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നാട്ടിൽ സ്പെഷ്യലായിട്ട് ഗവൺമെൻറ് ഒരു വിങ് ഉണ്ടാക്കും. അതിൽ അവർക്ക് സ്കിൽ ലേബറേഴ്സിന് ഇവിടെ വിട്ട് ഇനി എന്നേക്കുമായി നാട്ടിലേക്ക് മാറാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞു. എത്രത്തോളമാണ് അതിലുള്ള പുരോഗതി നടന്നിട്ടുള്ളത്? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വിദേശങ്ങളിൽ ജോലി തേടി പോകുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സസ് ഇന്ന് ഗവൺമെൻറ് ആരംഭിക്കുന്നുണ്ട്, നോർക്ക മുൻകൈയെടുത്ത് തന്നെ. അതിനു പുറമെ ഇന്ത്യ ഗവൺമെൻറ് തന്നെ ഇന്ന് ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രത്യേകമായ പദ്ധതി അംഗീകരിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് ലഭിക്കുന്ന കലാലയങ്ങളിലെ വിദ്യാഭ്യാസം ഒരു ജോലി നേടാൻ പര്യാപ്തമല്ല. അത് പൂർണ്ണമാകണമെങ്കിൽ അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റിനുള്ള പ്രത്യേകമായ സൗകര്യങ്ങൾ ഉണ്ടാകണം. ആ കാര്യത്തിലും ഇന്ത്യ ഗവൺമെൻറ് മുൻഗണന കൊടുക്കുന്നുണ്ട്. പ്രത്യേകമായി സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള പദ്ധതികൾ ഗവൺമെൻറ് ആവിഷ്കരിക്കുന്നുണ്ട്. സർ, ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന ഓരോ ഇന്നത്തെ അച്ചീവ്മെൻറ്റ് അവാർഡ് വിന്നേഴ്സ് എല്ലാവരും, ഗോൾഡൻ അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിച്ചിട്ടുള്ള ഓരോ ബിസിനസ്മെനും അവരുടെ മേഖലയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ആൾക്കാരാണ്. എന്താണ് ഒരു എക്സ്പാട്രിയേറ്റ് ബിസിനസ്മെനിൽ നിന്നും ഗവൺമെൻറ് എക്സ്പെക്ട് ചെയ്യുന്നത്? തീർച്ചയായും ഇവിടെ വന്ന് ഇവിടുത്തെ സാഹചര്യങ്ങളിൽ വലിയ വിജയം നേടിയ ബിസിനസ് കമ്മ്യൂണിറ്റിയോട് വളരെയേറെ ആദരവും ബഹുമാനവും ഞങ്ങൾക്കെല്ലാവർക്കുമുണ്ട്. കാരണം ഈ ഗൾഫിലെ മലയാളികളാണ് ഇവിടുത്തെ ഇന്ത്യയുടെ അംബാസഡേഴ്സ്. ഇന്ത്യയുടെ സന്ദേശം ഇവിടെ എത്തിക്കുന്നത് മലയാളി സമൂഹമാണ്. എനിക്ക് അവരോട് അപേക്ഷിക്കാനുള്ളത്, തീർച്ചയായും ഇവിടെ ഏറ്റവും മികവ് നേടിയ ബിസിനസ് രംഗത്തെ അധികായന്മാർ അവരെ നാട്ടിലും മുതൽ മുടക്കാനും നാട്ടിലും പുതിയ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാനും പരിശ്രമങ്ങൾ ഉണ്ടാകണം. അവരെ കൂടി കേരളത്തിൽ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രത്യേകമായി ഒരു എമർജിംഗ് കേരള മീറ്റ് നടത്തുന്നത്. തീർച്ചയായും കേരളത്തിൻ്റെ വികസനത്തിൽ ഒരു വലിയ പങ്ക് നിർവഹിക്കാൻ അവർക്ക് സാധിക്കും. അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ പരമാവധി ഗവൺമെൻറ് ഭാഗത്ത് ശ്രമങ്ങൾ ഉണ്ടാവും. ഡോക്ടർ മഞ്ജു, ഗൾഫിലെ ആതുര സേവന രംഗത്ത് നിറഞ്ഞ വനിതാ സാന്നിധ്യം. ഡോക്ടർ മഞ്ജു പ്രവാസി സമൂഹത്തിന്റെ ആരോഗ്യ പരിപാലനം അറ്റ്ലസ് സ്റ്റാർ മെഡിക്കൽ സെന്ററിൽ സുരക്ഷിതമാണ്. We'd like to have a few words from you, being the winner. I definitely feel very humbled, honored, and of course, happiness beyond words to receive this from Shri K.C. Joseph. Thank you very much. There are a few people that I would like to extend my gratitude to. Most successful men, most successful business people have not had new talents or new discoveries that have held them distinct. They have just worked on opportunities and improved them. And these opportunities are, I believe, given by God. I thank Almighty for having given me this opportunity
to serve. And there is a very old Japanese proverb which says that better than 1,000 days of diligent study is one single day of study with a great master. I thank my father, Mr. Ramachandran, my mentor, my mom too, for all her grooming hard work on me. I extend my deep thankfulness to my daughter, my constant critic, my husband, without whose support and encouragement all this wouldn't have been possible. But most of all, this award actually belongs to each and every employee of Atlas Star Medical Center, whose tireless efforts and belief in the company have made this day a reality. Thank you very much. Being awarded the Young Entrepreneur of the Year 2011, what makes it very special for you? It makes it very special for me, Chris, because 8 years back, the founding day, I had a vision that healthcare should be made affordable to one and all. And walking down this lane, I feel that that dream has definitely become a reality. And our service is slightly different because I believe, as all of us know, that health is definitely the greatest wealth. But how many of us do actually practice it? We emphasize a lot on prevention is better than cure through many of our health awareness campaigns. And the most rewarding thing is a smile that I get from all the patients, all the people that we are able to serve, who leave the place happily. Thank you very much. Can we have a big round of applause for Dr. Manju, please? Can we have the next award, please? ശ്രീ ഹാമിദ് ടൈലർ സ്വയം ആസ്വദിക്കാൻ കഴിയുന്ന തൊഴിലിൽ മുഴുകിയതിലൂടെ ആ മേഖലയിൽ പ്രശസ്തിയുടെയും അംഗീകാരങ്ങളുടെയും ഉന്നതിയിലെത്തിയ സാമ്പത്തിക വിദഗ്ധൻ. പ്രൊഫഷൻ ബാങ്കിംഗ്. ഹാമിദ് ടൈലറുടെ ജീവിതം അതിസമ്പന്നം. Please put your hands together for Mr. Hamid Taylor, please. Sir, it has been 43 years in UAE, and I would say you deserve a big round of applause. 43 years of service in finance. I would like to correct you here. I'm in the UAE for the last 37 years and a banker for the last 43 years. In fact, it has been a very rewarding journey. And well, on the way, we achieved a lot of things, but we always believe in parting what we got. So I think it has been a very successful journey for me. I would like to take this opportunity to thank my chairman, Mr. Mohammed Al-Kubaisi, who is here, and who has been a great supporter. During my journey, I met a lot of people who have guided and provided support to me. I'm always indebted to those individuals. Some of them are there, others just gone away. I come from a sector which has witnessed many ups and downs. Banking has been a dangerous field. Banks have disappeared.
Bankers have disappeared. But I think in the bargain, all of us learnt a lot. My chairman who is here, he calls me a conservative banker. And generally he calls me Mr. No, because I look after the risk of the bank or the company. It's very easy to say yes, but extremely difficult to say no. I don't think I have always taken right decisions. Some of the places where I said no, perhaps it would have been better to say yes. And similarly, some places where I said yes, I might have gone wrong and lost the money. But overall, I believe banking is a very, very good profession, and I always enjoyed it. So you have also mentioned that the UPA government, Manmohan Singh, his liberalization, it has been very helpful. And in your opinion, what are the measures to be taken by businessmen when handling finance, especially when you're into the finance sector? You see, when we talk about the development, it's very important to have the development with human face. I think at times we see the development does take place, but 9% growth for the 9% of the population does not do good. I think it should be, the benefit of development should be shared, which unfortunately does not happen every time. So as far as businessmen is concerned from the UAE, I think most of the businessmen, they are involved in some sort of charitable or other activities in their country. In a very small way, I do have a trust, which is a family trust, and we do whatever possibly we do to support our fellow human beings without any caste creed. That's my objective for the rest of my life. Thank you very much, sir. Thank you very much. Thank you very much. Next, we have a very different person. He's a chartered accountant by education, but a businessman by profession. Can we have the next? ശ്രീ മഹ്മൂദ് ബംഗാര. മാനുഷിക മൂല്യങ്ങൾ ചോർന്നു പോവാതെ ഉത്സാഹത്തോടെയും ക്ഷമയോടെയും പ്രവർത്തിച്ചാൽ ജീവിതത്തിൽ വിജയം വന്നെത്തുമെന്ന തത്വം പ്രാവർത്തികമാക്കിയ വ്യക്തി ശ്രീ മഹ്മൂദ് ബംഗാര. മൂല്യങ്ങൾ കൈവിടാതെയുള്ള ജീവിതം. Sir, being a chartered accountant and coming into this industry, you've been into maritime industrial engineering and fabrication, and you've been account supervisor. You have been working for 25 years as a vice president. You came out of the organization. How does chartered accountancy and business come to you? First of all, let me take this moment to express my gratitude for Liquid Protection and Mr. Liaquat for honoring me, and I'd like to thank the minister for giving me this award, and I'm honored, and thank you everybody and the people who are present here. And first of all, as you know, chartered accountancy is a great profession, and I have a pleasure and passion of being a chartered accountant, and I've been serving almost a quarter century as vice president of finance of a large engineering and fabrication company, which is eventually became a listed company in Norway. But the fact is that because of their level of knowledge as to the sensitivity in the financial world, there would always be an inertia and hesitation from a chartered accountant to get into entrepreneurship. And I was asking questions myself, if I can be a servant of business, why can't I be a businessman? This thought was always surging at the depth of my heart.
And still I believe in terms of business, in the process of business, the winner is not the one who never fails, but the winner is the one who never quits. Because I had almost 7 failed attempts, and the situation was miserable. Out of the good salary package that I was making, I lost a lot of money. But end of the day, for sale of that office, I advertised in a newspaper. A gentleman came for the purchase of furniture. He became my partner. So that's how the story starts, and it is the telecommunication industry, mobile phone and accessories. And as you know, in Steve Jobs, it's $1 billion industry. Entirely, it is all several billions in the world. So I'm there as a part of tip of the iceberg with about a 500 million dirham turnover company with 300 employees, which is built in a span of 14 years. And I'm greatly delighted of that. മിനിസ്റ്റർ, ഇദ്ദേഹം ഇവിടെ ഷാർജയിലുള്ള ഒരു സ്കൂളിന്റെ സ്ഥാപക ഡയറക്ടറും കൂടിയാണ്. അതിനോടൊപ്പം ഇന്ത്യയിലെ ഔട്ട്സോഴ്സിംഗ് മേഖലയിലും ബിസിനസ് ഉള്ള ഒരു വ്യക്തിയാണ്. ഔട്ട്സോഴ്സിംഗ് മേഖലയ്ക്ക് ആസ് നോൺ റെസിഡന്റ് ഇന്ത്യൻസ്, എക്സ്പാറ്റ്സ്, അവിടെ ബിസിനസ്മെൻ അങ്ങോട്ട് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇപ്പോൾ ഈസ് ആയിട്ടുള്ളത്? ഈ ഒരു ഓർഗനൈസേഷൻ വന്നതിന് ശേഷം, നോർക്ക് വന്നതിന് ശേഷം എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ആണ് വന്നിട്ടുള്ളത്? ഗൾഫ് രാജ്യങ്ങളിലെയും അതുപോലെ യൂറോപ്പിലെയും അമേരിക്കയിലെയും ധാരാളം ഔട്ട്സോഴ്സിംഗ് സെൻ്ററുകൾ ഇന്ന് കേരളത്തിൽ ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അമേരിക്ക പോലും ഇന്ന് അവരുടെ സാമ്പത്തിക മോചനത്തിന് വേണ്ടിയുള്ള ഒരു മാർഗമായി പറയുന്നത് ഔട്ട്സോഴ്സിംഗ് അവസാനിപ്പിക്കുന്നതാണ്. ഔട്ട്സോഴ്സിംഗ് കേരളത്തിലെ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർക്കൊരു വലിയ ജോലി സാധ്യതയാണ് തുറന്നു കൊടുക്കുന്നത്. അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ആ കാര്യത്തിൽ നോർക്കയുടെ ശ്രദ്ധ തീർച്ചയായിട്ടും ഉണ്ടാവും. I wish you all the best for your future endeavors, and I hope your company grows from a multi-billion to multi-trillion dollar business. Thank you very much. Thank you so much, sir, and thank you so much. Can we have the next award winner? അഡ്വക്കേറ്റ് ഷിബു. എന്തിന് വേറൊരു സൂര്യോദയം, നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ? എന്തിനു വേറൊരു മധുവസന്തം, ഇന്ന് നീ എൻ അരികിലല്ലേ? തങ്കത്തിൻ നിറമുള്ള സങ്കല്പങ്ങളെ പൊൻശോഭയണിയിച്ച് നിർധനരായവരുടെ അഭിലാഷങ്ങൾക്ക് താലി ചാർത്തുകയാണ് അഡ്വക്കേറ്റ് ഷിബു പ്രഭാകരൻ. പൊന്നിൽ പൊതിഞ്ഞ വിജയം. അഡ്വക്കേറ്റ് ഷിബു പ്രഭാകരൻ ഫ്രം കൊല്ലം സുപ്രീം. കേരളത്തില് പൊന്നിന്റെ വില കൂടിയപ്പോൾ കൊല്ലം സുപ്രീമിലെ വില കൂടിയോ എന്ന് ചോദിക്കുന്നില്ല. ഇല്ല, കൂടിയിട്ടില്ല. എങ്ങനെയായിരുന്നു? ബിക്കോസ് പഠിക്കുന്ന കാലത്താണ് യു സ്റ്റാർട്ടഡ് ഓഫ് ദിസ് ബിസിനസ്. എന്തായിരുന്നു ഈ ഒരു ആശയം വരാനുള്ളൊരു കാരണം? കൊല്ലത്ത് ഈ ഒരു ബിസിനസ് വളരെ കോമൺ ആയിരുന്നു. പിന്നെ അത് ആദ്യമേയൊക്കെ ഗോൾഡ് കവറിങ് ആയിരുന്നല്ലോ, പിന്നെയാണ് ഈ 1 ഗ്രാം ആയിട്ട് മാറിയത്. അതിൻ്റെ ടെക്നോളജി മാറിയപ്പം അങ്ങനെയാണ് ഇങ്ങനെ ഈ ഫീൽഡിൽ വന്നത്. ഇവിടെ എത്രത്തോളമാണ്? ഇവിടെ സ്വർണത്തിന്റെ സ്വപ്നത്തിന്റെ ഭൂമിയാണെന്നൊക്കെ പറയുന്നു. ഇവിടെ കൊല്ലം സുപ്രീമിന്റെ ഇവിടെ നല്ല ട്രെൻഡാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ ഫാഷനൊക്കെ ഒരുപാട് ചേഞ്ചായി. മോഡേൺ ഈ സ്വർണത്തിൽ ഇറങ്ങുന്ന അതേ ഫാഷൻ തന്നെ ഇതിനകത്തും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സ്വർണം മേടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഹെവി ബേർഡൻ ഇതിനകത്ത് ഉണ്ടാവുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഫാഷൻ ചേഞ്ച് ചെയ്യണമെന്ന് തോന്നുമ്പോൾ വളരെ ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു മെറിറ്റ്. ഇനി എന്തായിരിക്കും ഫ്യൂച്ചർ ബിസിനസ് എൻഡവേഴ്സ്? എനി എക്സ്പാൻഷൻസ്, ഇമ്മീഡിയറ്റ് എക്സ്പാൻഷൻസ്? മിക്കവാറും ഉള്ള എല്ലാ, ഇപ്പോൾ പണ്ടൊക്കെ നമ്മളെ ഈ മലയാളികൾ മാത്രമാണ് കൂടുതൽ സ്വർണം ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ആ ട്രെൻഡ് മാറി ലോകത്തിലെ എല്ലാ ആൾക്കാർക്കും ഈ ഇമിറ്റേഷൻ ജ്വല്ലറിയോട് ഒരു ക്രേസ് വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും ഒരു കള്ളന്മാരെ പേടിക്കണ്ട എന്നുള്ള ആ ഒരു വാചകം
അന്വർത്ഥമാക്കുന്നത് കൊല്ലം സുപ്രീമിലൂടെയാണ്. പൊതുവേ ആൾക്കാർ ഇപ്പോൾ 1 gram ഗോൾഡ് കവറിംഗ് എന്ന് പറയുന്നത് പകരം കൊല്ലം സുപ്രീം എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എൻഡേവേഴ്സ് ആൻഡ് കൺഗ്രാറ്റ്സ് ഓൺ വിന്നിംഗ് ദിസ് അച്ചീവ്മെന്റ് അവാർഡ്. താങ്ക് യു. Can we have the next award winner, please? ശ്രീ മുഹമ്മദ് സാജിദ്. മനസ്സിന്റെ താൽപര്യം കൂടെ ബിസിനസ്സിൽ ഒന്നു ചേർന്നാൽ ഒരു സംരംഭം കൊണ്ടുനടക്കുക വെറും യാന്ത്രികമാകില്ല. രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ബിസിനസ് താൽപര്യങ്ങൾ പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് എത്തിച്ച സാജിദ്. ശ്രീ മുഹമ്മദ് സാജിദ്. നൂറോളം ആൾക്കാർക്ക് ജീവിതത്തിന്റെ ഒരു വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. എന്തായാലും കൺഗ്രാറ്റ്സ് ഓൺ വിന്നിംഗ് ദിസ് അവാർഡ് ടുഡേ. CSR, നമ്മുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി താങ്കൾ എടുക്കുന്ന പങ്ക് വളരെയധികമാണ്. സോ വീഡ് ലൈക്ക് ടു know from you the happiness you get from that. ഫസ്റ്റ് ഓഫ് ഓൾ, ഏതായാലും ആദ്യമായിട്ട് ഞാൻ എല്ലാവർക്കും നന്ദി പറയട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ട് ഈ ഒരു അവാർഡ് ലഭിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിലേക്ക് എന്നെ എത്തിച്ചതിൽ വലിയ പങ്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ടീം മെമ്പേഴ്സാണ്, അറോമ ടീം മെമ്പേഴ്സ്. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ സ്പോൺസർ ഇസാം സക്കത്ത് സുൽത്താൻ സുവൈദിക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. എൻ്റെ ഇവിടെയുള്ള എല്ലാ വർക്കുകൾക്കും വളരെയധികം സഹായം അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഒരു സ്പോൺസർ എന്നതിലുപരി ഒരു സഹോദരന് തുല്യമായിട്ടാണ് അദ്ദേഹം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്നതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് തൊഴിലവസരം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. എൻ്റെ ബിസിനസ് ഞാൻ തുടങ്ങിയത് എൻ്റെ 17-ാം വയസ്സിലാണ്. അതായത് അകാലത്തിൽ മരണപ്പെട്ട എൻ്റെ ഫാദറിൽ നിന്നുമാണ് പെട്ടെന്ന് ബിസിനസ്സിലേക്ക് വന്നത്. ബാംഗ്ലൂരിലാണ് തുടക്കം. അതിനുശേഷം 97-ൽ ദുബായിൽ വന്നു. അപ്പോൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, സ്വയം തൊഴിൽ കണ്ടെത്തുക, അതോടൊപ്പം തൊഴിലവസരം സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ ചെറിയ പ്രായത്തിലെ മനസ്സിലെന്നോ തോന്നിയൊരു ഇതാണത്. അതിൽ നിന്നാണ് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളതിൽ കൂടുതൽ പേർക്ക് തൊഴിലവസരം സൃഷ്ടിക്കുന്നതോടൊപ്പം കൂടുതൽ കുടുംബത്തിലേക്ക് എത്തിക്കപ്പെടാൻ പറ്റും. സക്സസ് ചെയ്ത് പോയി. എന്തായാലും റെന്റ് കാർ ഇൻഡസ്ട്രിയിൽ പല ആൾക്കാർക്കും ഇനിയും അവസരങ്ങൾ ലഭിക്കട്ടെ. താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് ഹിയർ ആൻഡ് കൺഗ്രാറ്റ്സ് ഓൺ വിന്നിംഗ് ദിസ് അവാർഡ്. താങ്ക് യു. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. We have the next award winner. ശ്രീ മുഹമ്മദ് അലി. സംഘടനകളുടെ ഒന്നിച്ചുള്ള പ്രവർത്തനമാണ് തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വേണ്ടത്. തൊഴിലന്വേഷിയുടെ വിശ്വസ്ത വഴികാട്ടി മുഹമ്മദ് അലി. നീസ ട്രാവൽസ്. Like to have a few words from you because മെയിൻലി ഒരു കാലത്ത് ബോംബെയിൽ വന്ന് പൈസ നഷ്ടപ്പെട്ട കാര്യം പോലും അറിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ബിസിനസ് തുടങ്ങി ഇന്ന് യു ആർ എൻ അച്ചീവർ. സോ വേർഡ്സ് ഫ്രം യു വുഡ് ബി ലെസൺ ഫോർ us. ആദ്യമായിട്ട് ഞാൻ KC ജോസഫ് സാറിനോട് നന്ദി പറയുന്നു. കക്ഷിയുടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ അവാർഡ് വാങ്ങാൻ പറ്റിയതിൽ. എൻ്റെ കോട്ടയം ഓഫീസ് 4 വർഷം മുന്നേ ഉദ്ഘാടനം ചെയ്തു തന്നത് സാറായിരുന്നു. സാറിന് ഓർമ്മയുണ്ടോന്നറിയില്ല. ഗോൾഡൻ അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. And we have the next award winner. ശ്രീ AK ലൂയിസ്.
ബിസിനസ്സിൽ വിജയമെന്നത് ഒരു രാത്രി കൊണ്ടുണ്ടാകുന്നതല്ല. വർഷങ്ങളുടെ കാത്തിരിപ്പും പ്രയത്നവും ആവശ്യമാണ്. ഒരു വീഴ്ചയ്ക്കും തയ്യാറാകാതെ ഉറച്ച മൂല്യബോധം കാത്തുസൂക്ഷിക്കുന്ന ഗുണമേന്മയുടെ വിജയശില്പി ശ്രീ AK ലൂയിസ്. Few words from you, please. ആദ്യമായി ഇങ്ങനെ ഒരു അവാർഡിന് എന്നെ സെലക്ട് ചെയ്ത ലിയാഖത്തുള്ളയും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ മിനിസ്റ്ററിനോടും നന്ദി പറയുന്നു. നേരത്തെ നാട്ടിൽ ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പണം പോകും എന്നുള്ളൊരു വിശ്വാസമുണ്ടെന്ന് താങ്കൾ പറയുകയുണ്ടായി. അതിന്റെ കാരണം ഇപ്പൊ തന്നെ നമുക്ക് സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. മന്ത്രി അടുത്തിരിപ്പുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് നമ്മുടെ നാട്ടിലെ ബിസിനസ് ചെയ്താലുള്ള ബുദ്ധിമുട്ടുകൾ. കാരണം പൊളിറ്റിക്കൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഒരു BJP, ഇവർ 3 പേരും കൂടി ആരെയും ബിസിനസ് നടത്താൻ അനുവദിക്കുന്നില്ല. കാരണം നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞു, മിനിസ്റ്ററിന് താല്പര്യമാണ് ബിസിനസ് നടത്താൻ. പക്ഷെ അവിടെയുള്ള പഴയ ചിന്താഗതി 1947 എന്ന് പറയാം, അവരെ മാറ്റിയാൽ മാത്രമാണ് നാട്ടിലൊരു ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ചിന്താഗതിയാണ് കുഴപ്പം. ഇന്നും പഴയ ആൾക്കാർ അവർ ഭരണത്തിൽ നിന്ന് മാറുന്നില്ല. ഇന്നും അവർ തൂങ്ങിപ്പിടിച്ച് കിടക്കുകയാണ്. പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ മിസ്റ്റർ ജലീൽ ഇവിടെ ഇരിപ്പുണ്ട്. വളരെ അധികം എഡ്യൂക്കേഷനും പല കാര്യങ്ങളിലും അറിവുള്ള മനുഷ്യരാണ്. പക്ഷേ അവരെല്ലാം എന്നും MLA ആയി തന്നെ തുടരുകയാണ്. അവർക്കൊരു അവസരം കൊടുക്കുന്നില്ല സത്യത്തിൽ. അല്ല, ഇതിൽ എന്തായാലും സാർ തന്നെ ഇതിന് ഉത്തരം പറയുന്നതായിരിക്കും ശരി. സാർ തന്നെ ഉത്തരം പറയുന്നത് ശരി. ഞാനത് കേട്ടിരിക്കുന്നത് ശരിയാണ്. അല്ല, കുറ്റം പറയുന്നതല്ല, അതൊരു പൊതുവായ ധാരണയാണത്. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം കേരളത്തിൽ പണം മുടക്കാൻ വരുന്നവർക്കുള്ള ഒരു ആങ്സൈറ്റിയാണത്. അത് മാറ്റാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ NM പണിക്കർ. കർത്തവ്യബോധത്തെക്കാൾ കൂടുതൽ അവകാശബോധമുള്ള ജനതയിൽ കൂടി ഒരു അഭിവൃദ്ധിയും സാധ്യമാകില്ല. വ്യത്യസ്ത ചിന്താഗതിയിൽ വിജയം നിർഭയമാക്കിയ മുന്നേറ്റത്തിലൂടെ ശ്രീ NM പണിക്കർ. We'd like to know just one thing from you. Receiving this award from the minister right now, what are your future plans? What's your next achievement going to be? Thank you very much for this. I really thanks to the Almighty God to achieve this kind of situation. Actually, I reached here in Dubai 1978. I born in a family. I born with a plavila. You know what is plavila? It's a leaf of the jackfruit, not with a golden spoon. Here the environment, and we were a coolie here from the beginning. From there we grow. That the dedicated service, dedicated way, and follow the rule of the nature. We heard the success is mandatory provided you follow the rule of the nature. And if anyone follow that, definitely he will achieve. He will reach the situation. I really feel that this is a lesson for all of us from a person who has learned and from experience he's speaking. Thank you very much and congrats on your award. ശ്രീ ജസ്റ്റിൻ ജേക്കബ്. കേരളത്തിൽ പ്രകൃതി ഭംഗിയാണ് വിനോദസഞ്ചാര മേഖലയിലെ ആകർഷണമെങ്കിൽ UAEയിൽ അനുദിനമുള്ള വികസനമാണ് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നത്. ശ്രീ ജസ്റ്റിൻ ജേക്കബ് ഫ്രം കണക്ട് വേൾഡ്. In the travel and
tourism industry, and you are in the industry which is ever growing. And you've been working with the Dubai government for tourism, and you've been very happy about it. So this moment, how do you see the growth of tourism in Dubai as well as in Kerala? Okay. Before answering this question, I would like to express my sincere gratitude for being selected to get this award. And thank you Almighty for all the support and all the blessings which has been showered upon my business and to my team and to my family. Secondly, coming back to the tourism business, apparently we have started this business about 4 years back, and quite capably well. I would say that both the ways, inbound as well as outbound, getting people into Dubai and sending people back to Kerala, we have been quite successful. Last year we managed to get from Indian market close to about 11,500 people traveling into Dubai and to 6,500 people sending to Kerala and to various resorts. In medical tourism, in Ayurveda, in generally nothing limited to a particular segment, but we have really been growing. So I really thank the government of Kerala for all the support extended towards last few years which we have been doing business, and looking forward successful business going forward. Thank you. Thank you very much. ശ്രീ കുഞ്ഞുമോൻ പാറയ്ക്കൽ വ്യത്യസ്ത വ്യാപാര മേഖലകളിൽ വിജയവുമായി ഒരുപാട് അനുഭവങ്ങളും അറിവുകളും സ്വായത്തമാക്കിയ മുതിർന്ന പ്രവാസി ഷെവാലിയർ കുഞ്ഞുമോൻ പാറയ്ക്കൽ.